ആരോഗ്യ സംരക്ഷണ രംഗത്ത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള കേരളം ഇപ്പോൾ ഒരേ സമയം ഒന്നിലധികം മാരക പകർച്ചവ്യാധികളുടെയും വൈറസ് ബാധകളുടെയും കടുത്ത ഭീഷണിയിലാണ്. പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ സംസ്ഥാനത്തുടനീളം അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായുള്ള അടിയന്തരവും ഏകോപിതവുമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൊതുകുകളുടെ ഉറവിട നശീകരണവും പൊതുശുചിത്വവും മുൻനിർത്തി സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായി 3 ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ശുചീകരണ യജ്ഞങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഷിഗല്ല, നിപ്പ, എബോള സംശയം തുടങ്ങിയ മാരകമായ ആരോഗ്യ വെല്ലുവിളികൾ ഒന്നിച്ചുയർന്നു വന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, മറ്റ് പകർച്ചപ്പനികൾ എന്നിവ പടർന്നു പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം കൊതുകുകളുടെയും മറ്റ് രോഗവാഹകരുടെയും വർധനമാണ്. മഴക്കാലത്തോടനുബന്ധിച്ച് ഈ സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ ആരോഗ്യവകുപ്പ് തുടർച്ചയായി 3 ദിവസത്തെ ഡ്രൈ ഡേ ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. കെട്ടിക്കിടക്കുന്ന വെള്ളവും കൊതുകുകളുടെ ഉറവിടവും നശിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1-ാം ദിവസം വെള്ളിയാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്കൂൾ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കുട്ടികളിൽ ആരോഗ്യ ജാഗ്രത വളർത്താനും ഇത് സഹായിക്കും. 2-ാം ദിവസം ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ ആചരിക്കും. സ്ഥാപന മേധാവികളുടെ നേതൃത്വത്തിൽ ഓഫീസുകളിലെ എയർ കണ്ടീഷണർ ട്രേകൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കണം. പൊതു അവധി ദിവസമായ ഞായറാഴ്ച വീടുകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ യജ്ഞം നടക്കുക. പൊതുജനങ്ങൾ തങ്ങളുടെ വീടും പരിസരവും പരിശോധിക്കുകയും ടെറസ്, തോട്ടങ്ങൾ, ചിരട്ടകൾ, ടയറുകൾ തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളഞ്ഞ് കൊതുക് വരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയും വേണം. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനിടയിലും സംസ്ഥാനത്ത് ഷിഗല്ല ബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യവകുപ്പിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 19 പേർക്കാണ് പുതുതായി ഷിഗല്ല സ്ഥിരീകരിച്ചത്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൂടെയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ പ്രധാനമായി പകരുന്നതും. കടുത്ത വയറിളക്കം, പനി, വയറുവേദന, മലത്തോടൊപ്പം രക്തവും പഴുപ്പും കലർന്നു പോവുക എന്നിവയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളെയാണ് ഈ രോഗം പെട്ടെന്ന് ബാധിക്കുന്നത് എന്നതിനാൽ സ്കൂളുകളിലും അംഗൻവാടികളിലും പ്രത്യേക ശ്രദ്ധ പുലർത്താൻ നിർദ്ദേശവുമുണ്ട്. വ്യക്തിശുചിത്വം പാലിക്കുക, ആഹാരത്തിന് മുമ്പും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നിവയിലൂടെ മാത്രമേ ഷിഗല്ലയെ പ്രതിരോധിക്കാൻ കഴിയൂ. സംസ്ഥാന വ്യാപകമായി പകർച്ചപ്പനികൾക്കെതിരെ പോരാടുമ്പോഴും മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് ഉയർത്തുന്ന ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ 10 ദിവസം പിന്നിട്ടു. യുവാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ മെഡിക്കൽ ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും നിലവിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്ന മറ്റ് 3 പേരുടെ കൂടി പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നാണ് സൂചനയും. ഈ ഫലങ്ങൾ നെഗറ്റീവ് ആകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ പ്രവർത്തകർ. നിപ്പയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ നിരീക്ഷണവും സമ്പർക്ക പട്ടിക തയ്യാറാക്കലും ഊർജിതമായി തുടരുകയാണ്. കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയാണ് കോട്ടയത്ത് നിന്നും പുറത്തു വരുന്നത്. ആഫ്രിക്കൻ രാജ്യമായ സൗത്ത് സുഡാനിൽ നിന്നും കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ 52 വയസ്സുകാരിയെ സ്ത്രീയെ എബോള രോഗബാധയെന്ന സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിലെത്തിയ ഉടൻ ഇവർക്ക് കടുത്ത പനിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുകയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായതും ഉയർന്ന മരണനിരക്കുള്ളതുമായ ഒരു വൈറസ് രോഗമാണ് എബോള. രോഗബാധിതരുടെ ശരീരദ്രവങ്ങളിലൂടെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇത് പകരുന്നതും. സാഹചര്യം അതീവ ഗുരുതരമായതിനാൽ ആരോഗ്യവകുപ്പ് ഒട്ടും വൈകാതെ തന്നെ ഇവരെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കി. ഇവരുടെ രക്തസാമ്പിളുകൾ അടിയന്തരമായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനയുടെ അന്തിമ ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല. എബോള ബാധയാണോ എന്ന് ഫലം വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഇവരുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താനുള്ള പ്രാഥമിക നടപടികൾ അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു. ഒരേ സമയം നിപ്പ, എബോള, സംശയം, ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ വിവിധ മാരക ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുമിച്ച് ഉയരുന്ന ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകാതെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി മുൻകരുതലുകൾ ഓരോ പൗരനും നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. പനിയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടായാൽ യാതൊരു കാരണവശാലും സ്വയം ചികിത്സ നടത്തരുത്. അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ രജിസ്റ്റർ ചെയ്ത ഡോക്ടറുടെ അടുത്തോ പോയി കൃത്യമായി പരിശോധന നടത്തണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തുറന്നു
വെച്ചതോ പഴകിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും വിതരണം ചെയ്യുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. കൈകൾ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. വീടിന്റെ സ്ഥാപനങ്ങളുടെയും പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വിദേശത്തു നിന്നും, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പടരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് പനിയോ മറ്റ് ലക്ഷണങ്ങളോ കണ്ടാൽ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ ഡോക്ടർമാരോട് മറച്ചുവെക്കാതെ പറയണം. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കോവിഡ് മുൻവർഷങ്ങളിലെ നിപ്പ തുടങ്ങിയ പ്രതിസന്ധികളെ വിജയകരമായി നേരിട്ട പരിചയസമ്പത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനുമുണ്ട്. എങ്കിലും ഒരേ സമയം ഒന്നിലധികം മാരക രോഗങ്ങൾ വാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളോട് പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണം. ഇന്നു മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ ഡ്രൈ ഡേ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കാളികളാവുകയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പകർച്ചവ്യാധി ഭീഷണിയിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തെ സുരക്ഷിതമാക്കാൻ കഴിയുകയുള്ളൂ.